Welcome to Kaumudi Film Review. ആദ്യം പ്രേമം സിനിമയിൽ കോമഡി താരമായി വന്ന് പിന്നീട് വരത്തനിൽ വില്ലനായി മാറിയ ഷറഫുദ്ദീനെ വെച്ച് എ.കെ. സാജൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് നീയും ഞാനും. സിനിമയുടെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ പ്രണയമാണ് ഇതിവൃത്തം. അധികവും ക്രൈം ത്രില്ലർ സിനിമകൾ ചെയ്തിട്ടുള്ള എ.കെ. സാജൻ പ്രണയത്തിൽ തുടങ്ങുന്ന ഈ സിനിമയെ ഒടുവിൽ ത്രില്ലറിൽ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അത് സിനിമയ്ക്ക് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്തത്. ആദ്യ പകുതിയുടെ ഏറെ പങ്കും നായികയായ അനു സിത്താരയുടെ ഹാഷ്മി എന്ന കഥാപാത്രവും ഷറഫുദ്ദീന്റെ യാക്കൂബും തമ്മിലുള്ള പ്രണയവും അവരുടെ ജീവിതവുമാണ്. രണ്ടാം പകുതിയോടെ ട്രാക്ക് പാടെ മാറുന്ന സിനിമ രണ്ട് പകുതികളുടെ ഒരു തുന്നിക്കെട്ടൽ മാത്രമാണ്. ഇത് കഥയുടെ ഒഴുക്കിനെയും സിനിമാ അനുഭവത്തെയും സാരമായി ബാധിച്ചിട്ടുമുണ്ട്. ഷറഫുദ്ദീൻ തന്റെ ആദ്യ നായക കഥാപാത്രം വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നായകനേക്കാൾ സ്ക്രീൻ സ്പേസ് നായികയായ അനു സിത്താരയ്ക്കുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, സിജു വിൽസൺ, ദിലീഷ് പോത്തൻ തുടങ്ങിയവർ പടത്തിന്റെ പ്രധാന പോസിറ്റീവ്സ് ആണെന്ന് തന്നെ പറയാം. വിനു തോമസ് ഈണം നൽകിയ ഗാനങ്ങൾ ഇമ്പമുള്ളവയാണ്. ക്ലിന്റോ ആന്റണിയുടെ ഛായാഗ്രഹണം വലിയ ഏച്ചുകെട്ടുകളില്ലാതെ സിനിമയുടെ പശ്ചാത്തലത്തിന് ഉതകുന്നതായിരുന്നു. സംവിധായകൻ എ.കെ. സാജനിൽ അധികമാരും പ്രതീക്ഷിക്കാത്ത ഒരു സിനിമയാണ് നീയും ഞാനും. ക്രൈം ത്രില്ലറുകളാണ് അദ്ദേഹം കൂടുതലും സംവിധാനം ചെയ്തിട്ടുള്ളത്. താൻ ചെയ്ത ത്രില്ലർ സിനിമകളുടെ ഒരു പ്രഭാവമായിരിക്കാം പ്രണയം ഇതിവൃത്തമായ ഈ സിനിമയിലും അത്തരമൊരു ട്രാക്കിലേക്ക് മാറാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. എന്നാൽ ആക്ഷേപഹാസ്യത്തിൽ ത്രില്ലർ കലർത്താനുള്ള ശ്രമം എങ്ങും എത്തിയില്ല. നല്ല രീതിയിൽ തന്നെയാണ് നീയും ഞാനും തുടങ്ങിയത്. നർമ്മത്തിലൂടെയും ചില നല്ല നിമിഷങ്ങൾ വഴിയും ആദ്യമൊക്കെ രസിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സിനിമയിൽ അധികവും ആലസ്യപ്പെടുത്തുന്ന കഥ പറച്ചിലാണ്. സിനിമ അവസാനിക്കുമ്പോൾ കഴിയാവുന്ന വിധം നന്നാക്കാൻ സംവിധായകൻ നടത്തിയ ശ്രമം വ്യക്തമാണ്. പക്ഷെ അപ്പോഴും അലോസരപ്പെട്ട പ്രേക്ഷകന് മതിപ്പ് നഷ്ടപ്പെട്ടു കാണും. നല്ലൊരു പ്രണയ സിനിമ പ്രതീക്ഷിച്ച് പോകുന്നയാൾക്ക് നീയും ഞാനും സംതൃപ്തി നൽകാനിടയില്ല. മുൻവിധികളില്ലാതെ കണ്ടാലും ശരാശരി അനുഭവമാണ് പ്രേക്ഷകന് ഈ സിനിമ നൽകുന്നത്.